ഗുഡ് ഈവനിങ് ആൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല അല്ലെ. മാർക്കറ്റ് ഇങ്ങനെ ഒരു പാമ്പിനെ പോലെ ഇങ്ങനെ കഴിഞ്ഞു വരികയായിരുന്നു അല്ലെ. അപ്പോ ഒരു നാരോ റേഞ്ചിൽ അല്ലെ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ ഒക്കെ മാർക്കറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇത് കംപ്ലീറ്റ്ലി ഇന്ന് മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. സോ പ്രോപ്പർ ആയിട്ട് നോക്കാന്നുണ്ടെങ്കിൽ വേറെ സെറ്റപ്സോ കാര്യങ്ങളോ ഒന്നും മാർക്കറ്റിൽ ഇന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾക്ക് പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ഒരു റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. പ്രോപ്പർ പ്ലാനിൽ പ്രോപ്പർ എക്സിക്യൂഷൻ പ്രോപ്പർ കൺഫർമേഷൻ അല്ലെ. ഇതെല്ലാം ബേസ് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നവും മാർക്കറ്റിൽ ഉണ്ടാവില്ല. പക്ഷേ ഓപ്ഷൻ ബയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നഷ്ടം ഉണ്ടാവുന്ന സ്ഥലം എവിടെയാ? ഈ സൈഡ് വേസ് മാർക്കറ്റിലാണ് അല്ലെ. ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റായിട്ട് അടി ഉണ്ടാക്കി ഓവർ ട്രേഡ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങോട്ടും പോകണമില്ല. ഡിക്കെ എല്ലാ കാര്യങ്ങളും മേടിച്ച് ഇങ്ങനെ മേടിക്കും. അപ്പൊ ഈ ഒരു മാർക്കറ്റ് ആരുടെ മാർക്കറ്റാണ്? ശരിക്കും പറയുന്നത് സെല്ലേഴ്സ് മാർക്കറ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? പ്രോപ്പർ പ്ലാൻ ഇല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്കറ്റ് സൈഡ് വേസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ട്രേഡ് എടുത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ട്രേഡിന്റെ ഡീറ്റെയിൽ സെക്ഷനിലേക്ക് പോയിട്ട് അടുത്ത ദിവസത്തെ പ്ലാനിലേക്ക് വരാം. വാ. നല്ല റേഞ്ച് ആയിരുന്നു അല്ലേ. നല്ല റേഞ്ച് മാർക്കറ്റ് ആയിരുന്നു. മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പ്ലാൻ നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് എന്തായാലും നോക്കാം എന്താണ് കണ്ടീഷൻ എന്നുള്ളത്. നമുക്ക് 1 ഹവറിലേക്ക് നോക്കാം. കണ്ടോ, 1 ഹവറിൻ്റെ മേജർ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഇതാണ് മാർക്കറ്റിലൊരു സോണായിട്ട് കൺസിഡർ ചെയ്യാം. സോ അവിടെ മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ അവിടെ എന്താണ് മാർക്കറ്റിലൊരു ഇൻഡിസിഷൻ ആയിരുന്നു മാർക്കറ്റിൽ നിന്നുള്ള. കണ്ടോ, ഇന്ന് ക്യാൻഡിൽസ് നോക്കി 1 ഹവറിൻ്റെ എല്ലാ ക്യാൻഡിലുകളും ഇൻഡിസിഷനാണ്. സോ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഇന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് ബാക്കിലേക്ക് നോക്കാം. പ്ലാൻ നമുക്ക് എന്താ, ഇവിടെ നിന്നൊരു റിവേഴ്സൽ നമുക്ക് വേണം. സോ രാവിലെ തന്നെ നമുക്കൊരു പ്ലാൻ നോക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് അഗ്രസീവായിട്ട് മൂവ് ചെയ്തായിട്ട് കാണാം. കാരണം കണ്ടോ, ഇതായിരുന്നു നമുക്ക് രാവിലെ ഉണ്ടായിരുന്നൊരു പ്ലാൻ. 1 ഹവറിൻ്റെ സോണിൽ ഈ പറയുന്ന ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് 1 മിനിറ്റിൽ കൺഫർമേഷൻ നോക്കണ്ടേ. യെസ്, അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നതായിട്ട് കാണാം. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. യെസ്, രാവിലെ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നു. അങ്ങനെയാണെങ്കിൽ അത് റിവേഴ്സൽ സിഗ്നലാണ്. നമുക്ക് എവിടെ ബ്രേക്ക് ഔട്ട് തന്നെങ്കിൽ റിവേഴ്സൽ സിഗ്നൽ അല്ല, ബ്രേക്ക് ഔട്ട് തന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം? അതിന് ശേഷമുള്ള ലോ മാർക്കറ്റ് കണ്ടോ, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഈ ലോ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് 1 മിനിറ്റിൽ അഗ്രസീവായിട്ടുള്ളൊരു കണ്ടീഷൻ വന്നു. സോ ഇവിടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് രാവിലെ തന്നെ പ്ലോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്ലാൻസ് ഒന്നും. സോ അഗെയിൻ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് അതിന് ശേഷം കണ്ടോ ആ ഒരു മൊമെൻറ്റം തന്നെങ്കിലും വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. മാർക്കറ്റിൽ വേറെ എന്തെങ്കിലും പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വെയിറ്റ്. അപ്പോൾ ഇത് റേഞ്ച് ആയിരുന്നു. സോ ഇവിടെ മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 182 മൂവ്മെൻറ്റ്സ് അല്ലേ, 180 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്. പക്ഷെ നമ്മളത് പ്ലോട്ട് ചെയ്താൽ അതിനുള്ള സമയം ഒന്നും ഉണ്ടായിരുന്നില്ല, കൺഫർമേഷൻ അങ്ങനെയുള്ള. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. സോ മാർക്കറ്റ് ത്രൂ ഔട്ട് അവിടെ നിന്ന് പിന്നെയും കൺസോൾട്ടേഷൻ കണ്ടോ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈക്വൽ ലോ ആണ്. എഗെയിൻ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്യാണ്? ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് കളിക്കുകയാണ്. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താണെന്നൊക്കെ ഫീൽ ചെയ്ത് കണ്ടോ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഒരു വെഡ്ജ് ഫോർമേഷൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ഒരു വെഡ്ജ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ മേളിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴെയുള്ള ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇതൊരു ട്രേഡ് സെറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനൊപ്പം തന്നെ ഇത് ഫുള്ളി ഗ്യാപ്പ് ചെയ്യണം. ഇവിടെ ഈ ഒരു ലോ ഉള്ളതുകൊണ്ട് അത് ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി. അതേപോലെ ഇവിടെ ഒരു ഈക്വൽ ഹൈ ഉള്ളതുകൊണ്ട് ഇതൊരു ഈക്വൽ ഹൈ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈനെ ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേളിലേക്ക് പോകും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെൽ സൈഡ് ബൈ സൈഡ് ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് എടുക്കുന്നൊരു സെറ്റപ്പാണ്. സോ താഴെയുള്ളത് കംപ്ലീറ്റ്ലി സെൽ സൈഡ് ലിക്വിഡിറ്റി, മേളിലുള്ളത് ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു 150 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഇംബാലൻസ് ഉള്ളതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. സോ ഇവിടെ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഈ ഒരു 1 ഹവർ സോണിൻ്റെ മേളിലേക്ക് നോക്കാൻ ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ഓൾറെഡി ഉണ്ട്. സോ ഇതൊക്കെ മാർക്കറ്റ് ഗ്രാബ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എന്നിട്ട് മാർക്കറ്റ് അഗ്രസീവായിട്ടുള്ളൊരു ഇനി മുകളിലേക്ക് എന്താ ഓർഡേഴ്സ് ഉണ്ട്. സോ അതൊക്കെ ടേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാനുള്ളൊരു
പോസിബിലിറ്റിയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നല്ല സ്ട്രോങ് ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഓൾറെഡി കൺഫർമേഷൻ തന്നിട്ട് നിങ്ങൾ നോക്കിക്കേ, ഈ ഹൈനെയും ഈ ലോയിലും മാർക്കറ്റ് കൺസോളിഡേഷനാണ്. സോ സ്റ്റിൽ മാർക്കറ്റ് എന്താണ് 1 മിനിറ്റിൽ ഡൗൺ സൈഡാണ്. സോ ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഗ്രാബ് നടന്നു കഴിഞ്ഞാൽ നോക്കാനുള്ള പ്ലാനായിരുന്നു. സോ നമ്മൾ കയറി ആ ട്രേഡിൽ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് വെയിറ്റ് ചെയ്തിട്ടും റിസ്ക് റിവാർഡ് പോലും നമുക്ക് അവിടെ കിട്ടിയില്ല. കണ്ടോ, അപ്പോൾ നമ്മൾ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് കണ്ടോ, ഈ ഒരു സോണിൽ നിന്നും മാർക്കറ്റ് ഇവിടെ വന്ന് എഗെയിൻ ഇവിടെ നിന്ന് താഴേക്ക് ഈ ഒരു ലോ, ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. താഴേക്കുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ഇന്നത്തെ കണ്ടീഷനിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നൊരു സെറ്റപ്പ്. സോ മാർക്കറ്റ് അവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. കണ്ടോ, അപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ നോക്കിയാൽ കണ്ടോ, അപ്പോൾ അതിനുള്ളിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, നല്ല നാരോ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഒന്നും നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നില്ല, നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. യെസ്, എവിടെയായിരുന്നു ഈ ഒരു പറയുന്ന കറക്റ്റ് ടാപ്പിൽ നമ്മൾ കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, വന്നു അവിടുത്തെ ആ ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് ഗ്രാബ് ചെയ്ത് കണ്ടോ, കറക്റ്റായിട്ട് ഗ്രാബ് ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്തു, താഴേക്ക് വരെയാണ് ഉണ്ടായത്. പക്ഷേ ഈ ഒരു ലോയിലേക്ക് മാത്രമാണ് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുള്ളത്, താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് കണ്ടോ. സോ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തില്ല കണ്ടോ, അവിടെ നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം മാർക്കറ്റ് താഴേക്ക് വന്നു പിന്നെയും. അപ്പോൾ ആ ഒരു മൊമെൻറ്റം വന്നത് എത്ര പോയിൻറ്റ്സ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം 150 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റം. പക്ഷേ നമുക്ക് എന്ത് ചെയ്തില്ല, റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് കിട്ടിയില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു. ബ്രേക്ക് ഈവണിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എഗെയിൻ മാർക്കറ്റ് അവിടെ വന്നു. സോ നമ്മൾ അതിന് മുമ്പ് തന്നെ എഗെയിൻ മാർക്കറ്റ് ഇവിടെ വന്നു. നമ്മളവിടെ എന്ത് ചെയ്തു, ബ്രേക്ക് ഈവണിൽ ഇറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാർക്കറ്റ് കണ്ടോ, നാരോ റേഞ്ചിലേക്ക് തന്നെ തിരിച്ചു വന്നു. താഴെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തില്ല, പക്ഷേ മേളിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ലിക്വിഡിറ്റീസും മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ട് ഇതൊന്നും തന്നെ മാർക്കറ്റ് ഇപ്പോഴും ടേക്ക് ചെയ്തിട്ടില്ല. ഇന്നത്തെ ടൈറ്റ് റേഞ്ചിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ കേട്ടോ. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ ഗ്രൂപ്പിലേക്കൊന്ന് പോകാം നമുക്ക്. ഓക്കെ, സോ ഇതിൽ ഈ ഒരു കണ്ടീഷനിലാണ് ഏറ്റവും കൂടുതൽ ആളുകളും ഈ ഓവർ ട്രേഡ് ചെയ്യണ സിനാരിയോ ഒക്കെ ഇവിടെയാണ് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും കൂടുതൽ ആളുകളും ഓവർ ട്രേഡ് ചെയ്യണ ഈ ഒരു സിറ്റുവേഷൻസിലേക്ക്. ഇങ്ങനത്തെ റേഞ്ച് മാർക്കറ്റാണ്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ള വോയിസസാണ് ഇട്ടിട്ടുള്ളത്, എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെയാണ്. സോ ഈ കണ്ടീഷൻസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു 50%. സോ ഈ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ വന്ന് ഈ ഒരു സോണിൽ നിന്ന് ത്രൂ ഔട്ട് ഈ 47,500 എന്നുള്ള ഈ ഒരു സോണിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ ഈ ഒരു ലോയൊക്കെ കട്ട് ചെയ്ത് വരും എന്നുള്ള എക്സ്പെക്ടേഷൻ 1 അവറിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ട് വെറുതെ ട്രേഡ് എടുത്ത് ക്യാപിറ്റൽ കളയാൻ നിൽക്കേണ്ട. കാരണം ഈ ഒരു മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതലും ഈ ഓപ്ഷൻ ബയേഴ്സ് കാശ് കളയുന്ന സ്ഥലം ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ മാർക്കറ്റിലാണ്. മനസ്സിലാവും. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കും, അവിടെ പോയിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പരിപാടി നമ്മൾ നിർത്തിയിട്ടേ കാര്യമുള്ളൂ. മനസ്സിലാവും. സോ അതിനുശേഷം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലാനിലേക്ക് ഓൾറെഡി പ്ലാൻ മാർക്കറ്റ് വന്നു. അപ്പോൾ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. അപ്പോൾ ഏകദേശം പ്ലാൻ മറക്കണ്ട എന്നുള്ള ക്ലിയർ റേഞ്ച് മാർക്കറ്റ്. കാരണം നമ്മൾ എടുത്തു 3 മണിയായിട്ടും മാർക്കറ്റ് യാതൊരു റിയാക്ഷനും തന്നെ ഇല്ല. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് കണ്ടോ ഇവിടെ വരെ വന്നുള്ളൂ. നമ്മൾ ഇതാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലുള്ള റിസ്ക് റിവാർഡ് തന്നോ, ഇല്ല, റിസ്ക് റിവാർഡ് തന്നിട്ടില്ല. സോ അതുപോലെ തന്നെ നമ്മളവിടെ പോളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ, ഇതിലും 9 SL കാണാൻ പറ്റുന്ന 9 പ്രോഫിറ്റ് പറയുന്നുണ്ട്. നോട്ട് ട്രേഡ് 9, എല്ലാം ഈക്വലാണ് കാണുന്നത്. സോ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള മാർക്കറ്റിൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഒറ്റ പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യുക. അവിടെ എൻട്രി എടുത്താൽ മാക്സിമം ഒരു ട്രേഡിൽ നമ്മൾ നിർത്താൻ നോക്കുക. നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ട്രേഡൊക്കെ ലിമിറ്റ് ആവും. വളരെ വീക്കിലിയിലൊക്കെ 2ലേക്ക് 1ലേക്കൊക്കെ വരും നിങ്ങൾ ട്രേഡ്. സോ പ്രോപ്പറായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഇതിൽ ഏറ്റവും പ്രോപ്പർ ട്രേഡ്സ് നിങ്ങൾക്ക് കിട്ടുക. മനസ്സിലാവും. സോ ഇതാണ് നമ്മളപ്പോൾ എടുത്ത ട്രേഡ് ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. സോ ഞാനതൊന്ന് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളുണ്ടോ 12:30 എടുത്ത് ട്രേഡാണ്. 3 മണിയായപ്പോൾ നമ്മളത് ഒഴിവാക്കി മാറി, മീൻസ് ബ്രേക്ക് ഈവണിൽ ഇറങ്ങി. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് 243 ക്ലോസ് ചെയ്തപ്പോൾ 250 പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, നമുക്കത് പ്രോപ്പറായിട്ട് അത്ര നേരം വെയിറ്റ് ചെയ്തൊരു കാര്യമുണ്ടോ, ഇല്ല. മാർക്കറ്റ് ഒരു മൊമെൻ്റ് ഒന്നുമില്ല. ടോപ്പ് വന്നിട്ടുള്ളത് ഏകദേശം 350 ആണ്. മനസ്സിലായോ? 350 നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ റിസ്ക് റിവാർഡ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ 1:1.59 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയ വിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇല്ല. സോ നമുക്കവിടെ ബുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ നോക്കി വെയിറ്റ് ചെയ്തു, യാതൊരു മൂവ്മെൻറ്റും മാർക്കറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്ത് വെച്ചു, അത് കോസ്റ്റാക്കി ബ്രേക്ക് ഈവനിലേക്ക് കണ്ടോ 433 എടുത്തു.
243 എടുത്തു. 244 നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് ഈവൺ ആക്കി. പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ കാണാം ജസ്റ്റ് ബ്രോക്കറേജ് മാത്രമാണ് നമ്മൾ അതിൽ കിട്ടിയിട്ടുള്ളത്. മനസ്സിലായി? ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ അവിടെയൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്താണ്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ശരി. നമുക്ക് നാളത്തെ ഒരു പ്ലാനിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മാർക്കറ്റ് കഷ്ടപ്പെടുകയാണ്. സോ പക്ഷേ ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഡിസിഷനാണ്. ഇവിടെ റേഞ്ചാണ്. നാരോ റേഞ്ചിൽ ഈ പറയുന്ന ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 1 അവറിൽ ഈ പറയുന്ന ഹൈനെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. സോ അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു മൈനർ ക്ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിവിടെ 15 മിനിറ്റിലേക്കൊന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റിൻ്റെ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ടൊരു ബ്രേക്കൗട്ട് മാർക്കറ്റ് തന്നിട്ടില്ല. ഇതൊരു പ്രോപ്പർ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, കണ്ടോ. ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ നോക്കി, ഈ ക്യാൻഡിലിൻ്റെ ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലുണ്ടോ. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് റേഞ്ചാണ് മാർക്കറ്റ്, കണ്ടോ. സോ ഇവിടെ വേറെ കാര്യമായിട്ടൊന്നും മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടില്ലെന്ന് നടന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നാളത്തേക്കൊരു പ്ലാൻ നോക്കുകയാണെങ്കിൽ 1 അവറിൻ്റെ സോണാണ്. സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ താഴേക്ക് നോക്കാം. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3 മിനിറ്റിലേക്ക് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ 1 മിനിറ്റ് മാത്രമല്ല 3 മിനിറ്റിലും കൺഫർമേഷൻസ് നോക്കാവുന്നതാണ്. കാരണം ഇതാണ് 3 മിനിറ്റിൽ ബ്രേക്കൗട്ട്. സോ ഇവിടെ ബ്രേക്കൗട്ട് തന്നിട്ടില്ല. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോൺ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഇംബാലൻസ് മാർക്കറ്റ് ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ താഴെ നല്ല രീതിയിൽ തന്നെ ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. പ്രോപ്പറായിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. സോ നല്ലൊരു പ്രോപ്പർ പ്ലാനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ റേഞ്ച് മാർക്കറ്റിൽ ഒന്നുമില്ല, കൺഫർമേഷൻ എടുക്കണം. നാളത്തെ മാർക്കറ്റിലേക്ക് വന്നാലാണ് നമുക്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ 15 മിനിറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ ബ്രേക്കൗട്ട് റേറ്റ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന സോണിൽ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ പറയുന്ന ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിൽ നിന്നും മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സോൺ, ഇതിൻ്റെ ഒരു 50 സോണിലേക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലെവൽസായിട്ട് പറയുകയാണെങ്കിൽ ബിഗിനേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ള കാര്യം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിലേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി കേട്ടോ, കൺഫർമേഷൻ ഉണ്ടാവണം, പോസിബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി താഴേക്ക് നോക്കാം, സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാം. അല്ല മേളിലേക്കാണെങ്കിലും നിങ്ങൾക്ക് മേളിലേക്ക് ബ്രേക്കൗട്ട് റേറ്റ്സ് പ്ലാൻ ചെയ്യാം. സോ ഇനിയുള്ള കീ ലെവൽസ് മേളിലേക്ക് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ നമുക്ക് കീ ലെവലായിട്ട് പറയാൻ പറ്റുന്ന സോൺസ് എന്ന് പറഞ്ഞാൽ ഓക്കെ 15 മേജറായിട്ടൊരു സോൺ ഇപ്പോൾ നിൽക്കുകയാണ്. എഗെയിൻ അടുത്തൊരു സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കീ ലെവലുണ്ട്, ഇവിടെ ഒരു കീ ലെവലുണ്ട്. സോ പിന്നെ ഉള്ളത് മാർക്കറ്റിൽ ഈ ഒരു കീ ലെവലാണ്. സോ ഈ ഒരു കീ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി. മേളിലേക്കാണെങ്കിൽ ഈ 1 അവർ മാർക്കറ്റ് റിവേഴ്സ് കൺഫേം ആയിട്ട് മാത്രം. പിന്നെ ഒരു റീടെസ്റ്റ് മാർക്കറ്റ് തന്നെങ്കിൽ റീടെസ്റ്റ് പോസിബിലിറ്റി ഉണ്ട്. 15 മിനിറ്റിൻ്റെ കണ്ടീഷനിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ 15 മിനിറ്റിൻ്റെ ഒരു ഡിമാൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു സോൺ തന്നെ നമുക്ക് ഡിമാൻഡായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. മനസ്സിലാവും? ഇതിലേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഫ്യൂച്ചറും കൂടെ വർക്കൗട്ട് ചെയ്യാൻ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ലെങ്തി ആയി പോകുന്ന സെക്ഷൻ. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളൊന്ന് ഫ്യൂച്ചറും കൂടി സ്ട്രക്ചറും പ്ലാനും കോർഡിനേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കമൻറ്റിലായിട്ട് നിങ്ങളെല്ലാവരും പറയാം. അഭിപ്രായങ്ങൾ എല്ലാവരും എനിക്കൊന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടെ. എന്നാലാണ് എനിക്കൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ ഇങ്ങനെ മുമ്പോട്ടങ്ങാട്ട് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്ന് നിഫ്റ്റി കൂടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്ലാൻ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം റിവേഴ്സൽ സിഗ്നലിൽ നിൽക്കുകയാണ്, കണ്ടോ. ഡെയിലി നല്ല രീതിയിൽ നിഫ്റ്റി കണ്ടോ റേഞ്ചാണ്. ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഡെയിലി ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് കണ്ടോ നിൽക്കുകയാണ്, കണ്ടോ. ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ള സിനാരിയോ നോക്കാം. ഡെയിലിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സിനാരിയോ ആണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നിരിക്കണത്. മേജറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലോ എന്ന് പറയുന്നത് ഇതാണ് മാർക്കറ്റിൻ്റെ മേജർ ലോ. സോ അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് ഒരു തവണ റിയാക്ട് ചെയ്തു. സോ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, എഗെയിൻ വന്ന് റിയാക്ട് ചെയ്യാണ്. സോ നല്ല രീതിയിലുള്ള ബൈയിങ് സ്ട്രെങ്ത് ഫെയിൽ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡിമാൻഡ് ഈ ഒരു മേജർ സോണിൽ നല്ല രീതിയിലുള്ള ബൈയിങ് സോൺ ഫെയിലായി തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ
നമുക്ക് ഇതിനൊരു 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിലൂടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്തേക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ 15 മിനിറ്റിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഇൻറ്റേർണൽ ചേഞ്ച് മാർക്കറ്റ് ഈ ഒരു സോണിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു 2 സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇതും കൂടെ ക്ലോസ് ചെയ്തപ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി എന്തായി, ബുള്ളിഷ് ആയിട്ടുണ്ട് 15 മിനിറ്റിൽ മാത്രം കേട്ടോ. അപ്പോൾ എഗെയിൻ മാർക്കറ്റ് ഈ ഒരു ഇംബാലൻസ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് റീടെസ്റ്റ് വരാനാണെങ്കിൽ ഈ ഒരു സോണിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഇത് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ താഴേക്ക് വരാനുള്ളൊരു സോൺസ് കാണുന്നുണ്ട്. എഗെയിൻ മേജറായിട്ടുള്ളൊരു കീ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കീ ലെവലാണ് നിഫ്റ്റിയുടെ. ഒരു റിവേഴ്സൽ വേണമെങ്കിൽ മാർക്കറ്റ് തരാം പോസിബിലിറ്റി ഉള്ളതാണ്. കണ്ടിന്യൂഷനാണ് നിങ്ങൾ നോക്കണമെങ്കിലും നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് മാത്രം നിഫ്റ്റിയിലൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി. പ്രോപ്പർ പ്ലാനിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു 1 ഹവറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ 1 ഹവറൊക്കെ ഇവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ 1 ഹവറിൽ നിഫ്റ്റി 1 ഹവർ 15 മിനിറ്റ് റിവേഴ്സ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ഇവിടെ നിന്നൊരു ഇമ്പൾസീവ് മൂവ് ഉണ്ട്, അതിനുള്ളിലാണ് 1 ഹവറിന് ഒരു കീ ലെവലായിട്ട് കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതിനൊരു പുൾ ബാക്ക് മാർക്കറ്റ് തരാനാണെങ്കിൽ ഇതേപോലെ റീട്രേസ്മെൻറ്റ് തരാനാണെങ്കിൽ ഈ ഒരു 2 സോണിൽ നിന്നായിരിക്കും മാർക്കറ്റ് തരാനുള്ള പോസിബിലിറ്റി. സോ ഇതിനെ നമ്മൾ ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്ത് നിൽക്കുകയാണെന്നുള്ളത് നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. കാരണം നിഫ്റ്റി ഇവിടെ നിന്ന് ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് മേജറായിട്ട് മാർക്കറ്റിലുള്ള ലോ. സോ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴേക്ക് ഈ പറയുന്ന ടോട്ടലി വന്നിട്ടുള്ള ഈ മൊമെൻറ്റം കണ്ടോ, ഈ ഒരു മൊമെൻറ്റത്തിൻ്റെ 50% സോണിലേക്ക് പ്ലാൻ ചെയ്യാം. കാരണം ഈ ഒരു സോണിലേക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. സോ ഇവിടെ 3 മിനിറ്റ് എന്ത് ചെയ്യും, ഒരു ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ വന്ന് ഇതേപോലെ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആയിരിക്കും 3 മിനിറ്റ് കൊണ്ടുപോവുക. സോ അഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി മേളിലേക്ക് പോയാൽ മേളിലേക്ക് നോക്കാം. റിവേഴ്സ് ആയില്ല എങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് തന്നെ നോക്കാം. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് നിഫ്റ്റീനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സോ കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു ലെവലിന് അടുത്തോട്ട് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നോക്കുക, പ്രോപ്പറായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ക്ലിയർ പ്ലാൻ എനിക്ക് രണ്ടിലും ഇന്ന് നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ കിട്ടുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്ലാൻ കിട്ടുന്നുണ്ട്, നിഫ്റ്റിയിൽ നമുക്കൊരു ക്ലിയർ പ്ലാൻ കറൻ്റ് കാണാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അഗ്രസീവായിട്ട് പോയിട്ട് മാർക്കറ്റ് അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നിൽക്കാൻ റീടെസ്റ്റ് തരാൻ പോസിബിലിറ്റി ഈ സോൺസ് നിങ്ങൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോയൊക്കെ മാർക്കറ്റ് കട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ ബ്രേക്ക് ഔട്ട് റേറ്റ്സ് നോക്കി സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാനുള്ള പ്ലാൻസ് നിങ്ങൾ നോക്കാം. ഈ ഒരു ലെവലിലേക്കൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായ പ്ലാൻസ് കാര്യങ്ങൾ. സോ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കണം. സോ വേറെ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല, നമുക്ക് വേറെ സെക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾ നമ്മുടെ ബാങ്കിൻ്റെ കാര്യം മറക്കണ്ട, എല്ലാവരും ബാങ്കിൻ്റെ കോർഡിനേഷൻ മറക്കാതെ അത് എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ ഒപ്പം നോക്കാം കേട്ടോ. ഫൈൻ. സോ ഇതാണ് സെക്ഷൻ. അപ്പോൾ എല്ലാവരും ലെവൽസ് കാര്യങ്ങൾ മാർക്ക് ചെയ്യുക, നമ്മൾ വരച്ച കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എല്ലാം നിങ്ങൾ കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.